ഒരു കാലത്ത് രാജ്യത്തെ അഴിമതി തുടച്ചു നീക്കാൻ രൂപം കൊണ്ട പാർട്ടിയാണ് ആപ്പ് അഥവാ ആം ആദ്മി പാർട്ടി. പക്ഷേ ഇന്നിപ്പോൾ ആ പാർട്ടി അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇന്ന് പോലും ആം ആദ്മി പാർട്ടിയിൽ നിന്നും ഒരു മന്ത്രി രാജിവെക്കുകയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണ് തൻ്റെ പാർട്ടി അഴിമതിയിൽ മുങ്ങിക്കിടക്കുകയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ രാജ്യത്തെ എല്ലാ പാർട്ടികളും ഒന്നടങ്കം കെജ്രിവാളിന് വേണ്ടി ശബ്ദമുയർത്തിയതാണ്, സമരം ചെയ്തതാണ്, പ്രതിഷേധിച്ചതാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ സ്വാഭാവികമായും എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസത്തിന്മേലാണ് പ്രതിഷേധം മുഴുവൻ കേന്ദ്ര സർക്കാരിനെതിരെ പടുതുയർത്തിയത്. പക്ഷേ ഇപ്പോൾ ആ വിശ്വാസത്തിനെല്ലാം തന്നെ കോട്ടം സംഭവിക്കുന്ന സ്ഥിതിയിലേക്കാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. അതായത് മദ്യനയ കേസിൽ പ്രതിരോധത്തിലായ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി രാജീവ് കുമാറാണ് ഇപ്പോൾ പാർട്ടിക്ക് എതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പാർട്ടി അംഗത്വം പോലും രാജിവെച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മന്ത്രി പദവിയും അദ്ദേഹം രാജിവെക്കുന്നുണ്ട്. പാർട്ടി അഴിമതിയിൽ മുങ്ങിയെന്നാണ് രാജ്കുമാർ ആനന്ദിന്റെ ആരോപണമെന്ന് പറയുന്നത്. മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി ഹൈക്കോടതിയിൽ ഇന്നലെയേറ്റ തിരിച്ചടിക്ക് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രിയുടെ രാജി എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ മദ്യനയ കേസിൽ ED നേരത്തെ തന്നെ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല BJP തങ്ങളുടെ നേതാക്കളെ വിലക്കി വാങ്ങാൻ ശ്രമിക്കുന്നതായി തന്നെ ആം ആദ്മി പാർട്ടി ആദ്യമേ ആരോപിക്കുന്നുമുണ്ട്. മന്ത്രിയുടെ വസതിയിൽ ED നേരത്തെ പരിശോധന നടത്തിയിരുന്നു. പാർട്ടിക്കുള്ളിൽ ദളിത് വിരുദ്ധ നടപടികളാണെന്നും ഇനിയും പാർട്ടിയിൽ തുടരാനാകില്ല എന്നുമാണ് മന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാട്. ആം ആദ്മി പാർട്ടിയുടെ അന്ത്യം തുടങ്ങിയെന്നാണ് രാജ്കുമാർ ആനന്ദിന്റെ രാജിയോടുള്ള BJPയുടെ പ്രതികരണം എന്ന് പറയുന്നത്. രാജ്കുമാർ ആനന്ദിന്റെ രാജി 2011 മുതൽ ആരംഭിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹിയിലെ ജനങ്ങളെ വഴിതെറ്റിക്കാനുള്ള നീക്കത്തിന്റെ അവസാനമാണെന്നും BJP വിമർശിക്കുന്നുണ്ട്. അതിനിടെ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ട ഛത്തീസ്ഗഡിൽ പഴയ മദ്യനയ കേസ് കുത്തിപ്പൊക്കുകയാണ് ED ചെയ്യുന്നത്. സുപ്രീം കോടതി തള്ളിയ ഛത്തീസ്ഗഡ് മുൻ സർക്കാരിനെതിരായ മദ്യനയ കേസാണ് വീണ്ടും കുത്തിപ്പൊക്കുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള മനു അഭിഷേക് സിംഗ്വി ആരോപിക്കുകയുമുണ്ടായി. സംസ്ഥാനത്ത് BJP സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ EDയുടെ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും വിമർശനമുയരുന്നുണ്ട്. മുൻ കേസിൽ ED നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത്. തെളിവുകൾ എന്ന പേരിൽ സാങ്കല്പിക കഥകളാണ് സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചത്. മദ്യനയ അഴിമതിയെങ്കിൽ ഒരു മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ പോലും നടപടിയെടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ ED ഉപയോഗിച്ചുകൊണ്ട് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമമാണ് ഈ നടക്കുന്നതെന്നെല്ലാം തന്നെ മനു അഭിഷേക് സിംഗ്വി ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അണ്ണാ ഹസാരെയും അരവിന്ദ് കെജ്രിവാളിനെതിരെ ആരോപണമുയർത്തിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. തുടക്കത്തിലെല്ലാം തന്നെ അദ്ദേഹം വളരെ നല്ല ഒരു നേതാവായിരുന്നെന്നും പിന്നീട് പണമെല്ലാം വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനും പാർട്ടിക്കും അത് വളരെയധികം ബാധിച്ചു എന്നെല്ലാം തന്നെ അണ്ണാ ഹസാരെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് ഇത്ര കണ്ട് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിക്കേറ്റ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്കും വലിയ പ്രഹരം തന്നെയായി മാറുന്ന സാഹചര്യം കൂടിയാണ്.